മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ഈ നിൽക്കുന്ന ഒരു സസ്യത്തിൻ്റെ നടുന്ന രീതിയും ഇതിൻ്റെ നട്ടാൽ നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളൊക്കെയാണ്. അപ്പോൾ ഏവർക്കും അറിയാവുന്ന ആണ് ഈ സസ്യം. സർപ്പപ്പോള എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സർപ്പപ്പോളയാണ്. നഴ്സറിയിൽ നിന്നൊന്നും നമ്മൾ വില കൊടുത്ത് മേടിച്ചതല്ല. അപ്പം ഈ നാട്ടിലുണ്ടാകുന്ന സർപ്പപ്പോള ഇത് പ്രകൃതിയിൽ ഉള്ളതാണ്. അതായത് സൃഷ്ടികർത്താവ്, നമ്മുടെ സൃഷ്ടകർത്താവ് നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടോ അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയും അതല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെ അവഗണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിൽ പലതും ഇന്ന് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അതിന് ചെറിയ താളപ്പിഴകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാം, പഴയ കാലങ്ങളിൽ നിന്നും പുതിയ കാലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ വയ്യാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ സർപ്പപ്പോള എന്ന് പറഞ്ഞാൽ ഇത് വലിയ സൗന്ദര്യമൊന്നുമില്ല, കാരണം ഇത് നാട്ടിലുണ്ടായതാണ്. എന്നാൽ കാണാൻ അതീവ രസമുള്ള സർപ്പപ്പോളയുണ്ട്, പല ഇനത്തിൽപ്പെട്ട സർപ്പപ്പോളയുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ഒരു പൈസ പോലും നമുക്ക് ചിലവില്ലാതെ തന്നെ ഈ ഒരു സസ്യം നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്താം. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഭക്ഷണ സാധനങ്ങൾ ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ മുന്തിരിങ്ങ എന്ന് പറയുന്ന ആ പഴം, ആ പഴത്തിലെ ഈച്ചകൾ ധാരാളമായി വന്നു കൂടുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഈച്ചകൾ വരുന്നില്ലെന്നുള്ള സത്യമാണ്. അതെന്താണെന്ന് നമ്മൾക്ക് തന്നെ സ്വയം ചിന്തിക്കാം. അപ്പം ഭക്ഷണ സാധനങ്ങൾ മലിനപ്പെടുന്നു, അതുപോലെ തന്നെ വെള്ളം മലിനപ്പെടുന്നു, ജലം മലിനപ്പെടുന്നു. പഴയ കാലങ്ങളിൽ തോടുകളിലും പുഴകളിലും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നുമായിരുന്നു. ശുദ്ധ സ്ഫടികത്തിൻ്റെ ശുദ്ധ സ്ഫടിക പോലെ തോന്നിക്കുന്ന ആ വെള്ളങ്ങളൊക്കെ ഇന്ന് കലങ്ങി മറിഞ്ഞ് പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെ തന്നെ അറവ് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഒക്കെയുള്ള നമുക്ക് പറയാൻ അറപ്പ് പോകുന്ന തരത്തിലുള്ള മാലിന്യങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വായുവും മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രാണവായു, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് പ്രാണവായു അഥവാ ഓക്സിജൻ. ഓക്സിജൻ്റെ അളവിനും വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതക്രമം താളം തെറ്റി തുടങ്ങിയിരിക്കുന്നു. ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാധുനിക ഉപകരണങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലേക്ക് ജോലിക്ക് വേണ്ടി ഉള്ള ഒഴുക്ക് തുടരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ആരോഗ്യ മേഖലയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. അപ്പം ഒരു രോഗമായി നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മരണമെന്ന് പറയുന്ന അവസാന ബിന്ദുവരെയും മരുന്ന് കഴിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ശാന്തമായ ചിന്തയോടെ പ്രകൃതി നമുക്ക് അരളിയിരിക്കുന്ന ആ ജീവിത സന്ധാരണം നിലനിർത്തുന്നതിന് ആവശ്യമായ അതിനെ കണ്ടെത്തി അതുമായിട്ട് അടുക്കുക എന്നുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ സർപ്പപ്പോള എന്ന് പറയുമ്പോൾ ശുദ്ധമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സസ്യമാണ്. അതായത് പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സസ്യമാണ്. നമുക്കറിയാം, ശുദ്ധമായ ഓക്സിജൻ്റെ അപാകത കൊണ്ട് ആദ്യം നമുക്ക് ഒരു ചെറിയ ചുമ പോലെ ഉണ്ടാകും, പിന്നീട് ശ്വാസം പോലെ ഉണ്ടാകും, പിന്നീട് തലകറക്കം ഉണ്ടാകും, അങ്ങനെ മരണം സംഭവിക്കും. ഓക്സിജൻ്റെ അളവ് ഇല്ല എന്നുള്ളതല്ല, കാരണം പലതരത്തിലുള്ള വിദേശ ഇനം സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവയൊക്കെ ധാരാളം ഓക്സിജന് സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് ഒരു പക്ഷേ പ്രകൃതിയിൽ കുറഞ്ഞു വരുവാണെങ്കിൽ, പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുപാടുകളിൽ കുറഞ്ഞു വരുവാണെങ്കിൽ, കാരണം ഇപ്പോഴത്തെ പഴയ കാലങ്ങളെപ്പോലല്ല. പഴയ കാലങ്ങളിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് മാവും പുളിയും കരിമ്പും തെങ്ങും ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അപ്പോൾ പ്ലാവിൽ നിന്നും മാവിൽ നിന്നും ഒക്കെ വരുന്ന ആ ഓക്സിജന് അത് വളരെ നല്ലതായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥലവിസ്തൃതി കുറഞ്ഞു, വീടുകൾ അടുത്തടുത്തടുത്തായി വീടുകളായി, ഫ്ലാറ്റുകളായി. അങ്ങനെയൊക്കെ ആയപ്പോൾ ഈ വൃക്ഷങ്ങളുടെയൊക്കെ അപാകത നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളൊക്കെ പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും ഒക്കെ ചില മരുന്നുകളൊക്കെ തളിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നതോടുകൂടി അന്തരീക്ഷം മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ശുദ്ധമായ പ്രാണവായു ജഗദീശ്വരൻ നമുക്ക് വില കൊടുക്കാതെ തന്നിട്ടുള്ള ഒരു സംഗതിയാണ് ശുദ്ധമായ വെള്ളവും. ഇത് രണ്ടും, വായുവും വെള്ളവും നശിച്ചാൽ ജഗദീശ്വരൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ എതിർപ്പ്, പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി നമ്മൾ ഏൽക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അപ്പം ഒരു പരിധിവരെ നമ്മുടെ വീട്ടിൽ ഓക്സിജൻ്റെ കുറവ് പരിഹരിക്കാൻ
നമുക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന ഒരു സസ്യമാണ് ഈ പറയുന്ന സർപ്പപ്പുള. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സർപ്പപ്പുള വെച്ച് പിടിപ്പിക്കാം. നമ്മൾ നേഴ്സറിയിൽ നിന്നും കാശ് കൊടുത്ത് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇപ്പോൾ ഇതേ വെറൈറ്റിയുള്ള ഇതേ രീതിയിലുള്ള ഒരു സർപ്പപ്പുളയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, റോഡ് സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ഇത് നിൽക്കും, ആരുടെയെങ്കിലും വീട്ടിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പോള കണ്ടിച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ ഒരു പോള കണ്ടിച്ചെടുക്കുക. അപ്പോൾ എന്താണ് ഇതിന് സർപ്പപ്പോള എന്ന പേര് വന്നത് നോക്കിയിട്ട്, സർപ്പം പത്തി വിടർത്തി നിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഇല ഉള്ളത്. അതുകൊണ്ടാണ് സർപ്പപ്പോള എന്ന പേര് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു പല ഇനത്തിൽപ്പെട്ടത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സർപ്പപ്പോളയുടെ ഇല കണ്ടിച്ച് നമ്മൾ നടുകയാണെങ്കിൽ ആ മാതൃസസ്യത്തിൻ്റെ രൂപത്തിലായിരിക്കത്തില്ല അത് കിളിച്ചു വരുന്നത്, മറ്റൊന്നാകും. അപ്പം ഈ മാതൃസസ്യത്തിൻ്റെ അതേപോലെ തന്നെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ചൊട്ടയുണ്ട്, ചൊട്ടയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിനപ്പ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഈ സംഗതി ഇത് പിഴുതെടുത്ത് വേണം നടാൻ. ഇതിപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഉള്ളത് മതി, സാധാരണ നാടൻ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിക്കകത്ത് ഇത് നടുന്നത്. അപ്പം ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പ് കുറേ കോഴികളെയൊക്കെ വളർത്തുന്നു. അപ്പോൾ കോഴികളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ധാരാളം ചേരകളൊക്കെ വരാറുണ്ടായിരുന്നു. എന്നാൽ ഇത് ഞാൻ ആ കോഴിക്കൂണ്ട ഭാഗത്ത് ഒരു 2-3 എണ്ണം കൊണ്ടുവച്ചോടുകൂടി അവിടെ ഇപ്പോൾ ചേരകൾ വരുന്നില്ല. അപ്പം ഒരു പരിധി വരെ ഈ ഉരകങ്ങൾ, അതായത് പാമ്പുകളും ചേരകളും ഒക്കെ വരാതിരിക്കാൻ ഈ ചെടി പ്രയോജനപ്പെടുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ തത്വങ്ങൾ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ പല മൂടുകൾ വെച്ച് പിടിച്ച് ഞാൻ പല ഭാഗത്തായിട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നട്ടുപിടിപ്പിക്കാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കില്ല. നമ്മൾ ഇതേപോലെയുള്ള ഒരു സസ്യത്തിൻ്റെ പോള നമ്മൾ എടുത്തതിന് ശേഷം ചട്ടിയിൽ വെക്കുന്നതാണ് ഉത്തമം. ഇത് തറയിൽ വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ ചൊട്ടകൾ അങ്ങ് വ്യാപിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചട്ടിയിൽ നീർവാഴ്ച ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് സുഷങ്ങളിടുന്നു. ആ സുഷങ്ങൾ അടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ 1-2 കല്ല് വെച്ച് കൊടുക്കുന്നു. ഏത് സസ്യം നട്ടാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇതിനകത്ത് കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കേട്ടോ, കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സാധാരണ ഇതിന് വലിയ വളമൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഒരു സസ്യത്തെ അത് സൃഷ്ടികർത്താവ് നിർത്തിയിരിക്കുന്നതും പിരിച്ചെടുത്ത് നമ്മുടെ അധീനതയിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിതമായ രീതിയിൽ കുറച്ച് വളം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി വളം ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് വളം. അപ്പം ഞാൻ വേപ്പിൻ പിണ്ണാക്കാണ് ഇപ്പോൾ ഇട്ടത്. പിന്നീട് കുറച്ച് ചാരവും ഞാൻ ഇട്ട് കൊടുത്തു. ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തു. കാരണം ഇതിൻ്റെ വേര് പഠനം ശക്തമാകാൻ വേണ്ടിയാണ് എല്ലുപൊടി ഇട്ട് കൊടുത്തത്. അത് കൂട്ടി ഇളക്കിയൊന്നും ചെയ്യുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് മണ്ണൂടെ ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കും. എന്താണ് കൂട്ടി ഇളക്കാത്തതെന്ന് ഞാൻ പറയാം. കുറച്ച് മണ്ണൂടെ ഞാൻ ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ മണ്ണും ഈ വളവും കൂടെ ലയിക്കുമല്ലോ. അങ്ങനെ ഏതാണ്ട് 3/4 ഭാഗത്തോളം ഞാൻ മണ്ണിട്ടു. കണ്ടോ, 3/4 ഭാഗത്തോളം മണ്ണിട്ടു. അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരുന്ന ഈ ഓള എടുത്ത് താപ്പോട്ട് കുത്തരുത്. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കുക. അപ്പം ഇതിൻ്റെ പോള നമ്മളിട്ട വളത്തെ മുട്ടരുത്, ആ രീതിയിലുള്ള കുഴിയെ എടുക്കാവൂ. എടുത്തതിന് ശേഷം ഇങ്ങനെ മണ്ണിട്ട് നല്ല ഭംഗിയായിട്ട് ഇതങ്ങ് ഉറപ്പിച്ച് കൊടുക്കുക. കണ്ടോ, ഇതെന്ത് ചെയ്യുക, ഇത് തണലത്തോട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഈ മണ്ണിന് നല്ല ജലാംശം ഈ മണ്ണിനുണ്ട് നോക്കിയാട്ടെ. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പകരം മറ്റന്നാൾ മുതൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. സർപ്പപ്പുളയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് വെള്ളം വളരെ കുറച്ച് മതി. ആഴ്ചയിലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉണക്കിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഇതിനുണ്ട്. മഴയുള്ള സമയങ്ങളിൽ ഇതെടുത്ത് നമ്മൾ മഴ കൊള്ളാത്ത രീതിയിൽ എവിടെയെങ്കിലും വെക്കണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ മുറികളിൽ, പ്രത്യേകിച്ച് നമ്മൾ സ്വീകരണ മുറിയിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാൽ ഇന്ന് സംസാരിക്കുന്ന മുറികളിലൊക്കെ നല്ല അലങ്കാര രൂപത്തിലുള്ള ചെടിച്ചട്ടിയിൽ ഇതൊന്ന് വളർത്തുന്നത് 2 ഗുണങ്ങളാണ്. മുറിക്കൊരഴകുവും ഒപ്പം ആ മുറിയിൽ ധാരാളമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ ഈ പോളയിൽ ഈ ഇലയിൽ ധാരാളം സുഷിരങ്ങളുണ്ടെന്നും രാത്രി സമയങ്ങളിൽ ഈ സുഷിരങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമാകത്തക്കതിലാവുന്നു, അതിലൂടെ ധാരാളം പ്രാണവായു പുറത്തേക്ക് വരുമെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഞാൻ അത് സംബന്ധിച്ച് പഠനം നടത്തിയിട്ടില്ല, നോക്കിയിട്ടില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ഒരു ചെടി നട്ടുപിടിപ്പിച്ച് നമ്മുടെ ഭവനത്തിന് ചുറ്റുമോ അതല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ തിണ്ണയ്ക്കോ വരാന്ത അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഇവിടേക്ക് ഒന്ന് വെക്കുന്നത് നമ്മുടെ നമ്മുടെ ഉന്മേഷം, ശാരീരികവും മാനസികമായ ഉന്മേഷം വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഓക്സിജൻ ധാരാളമായിട്ട് ലഭ്യമാകുന്നുണ്ട്, പ്രാണവായു ധാരാളമായിട്ട് ലഭ്യമാകുന്നതിന് ഇതുമൂലം സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ശ്രമം നിങ്ങൾ നടത്തുക. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരം അറിവുകൾ, ഇത്തരം കാഴ്ചകൾ, ഇത്തരം കൃഷി രീതികൾ ഒക്കെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.